എന്റെ പൊന്നു രാധമ്മേ, പെട്ടിയിൽ പലഹാരങ്ങൾ വെച്ച് കൊച്ചുങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ദാണ്ട പ്രത്യേകിച്ച് ഉണ്ണിയപ്പം ഒന്നും വച്ചേക്കരുത്. അയ്യോ, ഒരു ഉണ്ണിയപ്പ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. മുന്നിലുള്ളവരെയും പിന്നിലുള്ളവരെയും തീർത്തിട്ടേ ഞാൻ അങ്ങ് മുന്നേറും. നിങ്ങൾ നിങ്ങളുടെ ജീവിത അവസാനം വരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ ക്യാരക്ടർ അതാ. പക്ഷെ അത് ഈ വീട്ടിൽ വെച്ച് വേണ്ടെന്നേ ഞാൻ അപേക്ഷിച്ചുള്ളൂ. ഓ, നീ അപേക്ഷിച്ചതാണല്ലേ? കൊള്ളാം. എന്നാലേ നീ കേട്ടോ, അംബികാവർമ്മ ഇവിടെ വന്നതേ രണ്ടും കൽപ്പിച്ച് തന്നെയാ. എന്റെയും എന്റെ മകന്റെയും ജീവിതം തൊലച്ചതിന് പിന്നിലേ നീ ഒരൊറ്റ ഒരുത്തിയാ. എനിക്ക് അർഹതപ്പെട്ട എന്റെ വീട്ടിൽ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ ഇറങ്ങേണ്ടി വന്നു. എടി, ആ വീട്ടിൽ ഞാനൊരു അന്യായി. എന്റെ ആങ്ങളയ്ക്ക് വരെ ആ ചിന്താഗതി ഉണ്ടായി. കൊട്ടാരങ്ങളിൽ മാറി മാറി താമസിച്ച എന്നെ ഈ ചെറ്റക്കുടിലേക്ക് കൊണ്ടുവന്നത് നീയാ. നിനക്ക് അതിനുള്ള ശിക്ഷ തന്നില്ലെങ്കിലേ പിന്നെ എനിക്കെന്തിനാടി ഒരു സ്ത്രീ ജന്മം? നിന്നോട് പകരം വീട്ടിയില്ലെങ്കിലേ അംബിക എന്ന പേര് ഞാനങ്ങ് മാറ്റിക്കളയും. എന്നാലേ എത്രയും പെട്ടെന്ന് നിങ്ങൾ നല്ലൊരു പേര് കണ്ടുവയ്ക്ക്. ഉറപ്പായും പേര് മാറ്റേണ്ടി വരും. എടി, അംബിക എന്ന പേരിന്റെ അർത്ഥം നിനക്കറിയോ? അതറിയാലോ. സാക്ഷാൽ സരസ്വതി ദേവിയുടെ പേരെടുത്ത് മനുഷ്യര് പിശാചുക്കൾക്കും ഇടുമല്ലോ. ഇവിടെ കിടന്ന് അലറല്ലേ. അതിന്റെ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാ. ഒരു കാര്യം നിങ്ങൾ ഓർത്താ നല്ലത്, ഇവിടെ കിടന്ന് നിങ്ങൾ എന്ത് അഭ്യാസം കാണിച്ചാലും ഞാൻ അറിയും. അതിനുള്ള മറുമരുന്ന് ഞാൻ തരുകയും ചെയ്യും. ഞാനേ പ്രതാപവർമ്മയുടെയും സൂര്യമംഗലത്ത് പത്മാവതിയുടെയും മകളാ. ഓർത്തോ? നിക്ക്. നീ എപ്പോഴേ പ്രതാപവർമ്മയുടെ മകളെന്ന് വിളമ്പുന്നുണ്ടല്ലോ. അത് തെളിയിക്കാനേ ഒരേ ഒരു സാക്ഷിയേ ഉള്ളൂ. ആ സാക്ഷി എവിടെയാണെന്ന് നിനക്കറിയോ? അതിനൊന്നും ഇനി അംബിക ബുദ്ധിമുട്ടണ്ട. ആ സാക്ഷിയൊക്കെ ഞങ്ങൾ എപ്പോഴേ കണ്ടെത്തി കഴിഞ്ഞു. എന്റെ പൊന്നു രാധമ്മേ, പിള്ളേരെവിടെയെങ്കിലും യാത്ര പോകുമ്പോ പഴയ പോലെ അവലോസുണ്ട് അച്ചാറൊന്നും വെക്കല്ലേടി. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവര് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കിട്ടും. ഇത് അവലോസുണ്ട് അച്ചാറൊന്നും അല്ല വേണുവേട്ടാ. ഋതുമോൾ ഉപയോഗിക്കുന്ന ഷാമ്പുവും മറ്റുവാ. അല്ല, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അല്ല, പണ്ട് നിനക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. കാലം മാറുന്നതിനനുസരിച്ച് എല്ലാവരും മാറില്ലേ വേണുവേട്ടാ? ഞാനും മാറി. അല്ല, വല്യമ്മ എന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവർക്ക് ഗുളിക കഴിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും. അങ്ങ് തമിഴ്നാട്ടിലും ഹൈദരാബാദിലും ഒക്കെ ഞാൻ സർവീസിന് പോകുമ്പം സർവീസ് അറിയാലോ, സീപ്പർ സർവീസ്. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വെച്ച് അങ്ങ് ഒരു പലഹാരം ഉണ്ടാക്കി വെക്കും. ആര്? ചേട്ടൻ, വാരിജാക്ഷൻ പിള്ളാശൻ, മൈ ഹസ്ബൻഡ്. ഒരിക്കല് അങ്ങേരുണ്ടാക്കി വെച്ചത് ഗുണ്ടുബോണ്ട. എന്ത് പോണ്ട? ഗുണ്ടുബോണ്ട ഒത്ത കൊമ്പനാനയുടെ ആനപ്പിണ്ടം പോലെ ഇരിക്കും. ഓരോ ബോണ്ടയുടെ നടുവിൽ ഇതേ ഇങ്ങനെ ഒരു വടിയുണ്ട്. ഇതിങ്ങനെ കുത്തിയെടുത്ത് തിന്നാൻ. അത് എളുപ്പത്തിൽ തിന്നാനുള്ള ഒരു ഉഡായിപ്പ് പണിയാണ്. അതാവുമ്പം ഇങ്ങനെ പിടിച്ചു കഴിക്കാം. ഉദുമാമ്പേട്ടയിൽ വെച്ച് എന്നെ പോലീസ് പിടിച്ച്.
പെട്ടി പരിശോധിച്ചപ്പം അതിൽ ബോംബ് കണ്ടെത്തി. ചൂരൽ കൊണ്ട് കുറെ അടിയും തന്ന്. ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞ് അത് ബോംബല്ല, ഗുണ്ടുബോണ്ടാണെന്ന്. അങ്ങനെയാണ് തമിഴ്നാട്ടില് ബോണ്ടയ്ക്ക് ഇപ്പൊ ഗുണ്ടുബോണ്ട എന്ന പേര് വന്നത്. കെട്ടുകഥയാണെങ്കിലേ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്റെ പൊന്നു രാധമ്മേ, പെട്ടിയിൽ പലഹാരങ്ങൾ വെച്ച് കൊച്ചുങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ദാണ്ടാ, പ്രത്യേകിച്ച് ഉണ്ണിയപ്പം ഒന്നും വച്ചേക്കരുത്. അയ്യോ, ഒരു ഉണ്ണിയപ്പ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. ഈ കളവയ്ക്ക് കുറച്ചുകൂടി വെച്ച് വിളമ്പി കൊടുക്കടി. കണ്ടില്ലേ അന്നം കൊടുക്കുന്ന കഴിച്ചിട്ട് കടിക്കണത്. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ വേണുവേട്ടാ. എന്റെ മനസ്സ് ദൈവം കാണുന്നുണ്ട്. ആ അബോഷൻ നടക്കാനുള്ള കെമിക്കൽ കൊടുത്തത് ഞാനാണെന്ന് എനിക്കും രുക്മിണിക്കും മാത്രമേ അറിയൂ. അല്ല, ശ്രീലക്ഷ്മി ഇപ്പോഴും നിങ്ങളോട് ശത്രുതയിലാണോ? ശത്രുതയിലാണോന്നോ? ആ കുരിപ്പയ്യ അവളുടെ ഭർത്താവ് മണ്ടനും കൂടെ ഏത് നേരവും ഇവിടെ വന്ന് ഇവളുടെ നേരെ വെല്ലുവിളിയാ. ഇവര് ഭാഗ്യമാതാവും ഭാഗ്യപിതാവുമാണ്. ഷോ, ഇങ്ങനെ തലതെറിച്ച മോള്. ആ ശ്രീലക്ഷ്മിയെ കണ്ടാലറിയാം, അവളുടെ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട് അഹന്ത. ഹോ, ഇങ്ങനത്തെ മക്കളുണ്ടായ മാതാപിതാക്കൾ കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും. ഷോ, ശരിയാ, ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ദീപക്ക് നാട്ടിൽ നടന്ന് ഇത്രയും ഗർഭക്കേസ് ഉണ്ടാക്കിയിട്ടും അംബികാമാട് എന്താ കെട്ടിത്തൂങ്ങി ചാവാത്തേന്ന്. ഈർക്കില് കൊടുത്ത് ഇരുമ്പ് വടിക്ക് അടി വാങ്ങിച്ച്. അയ്യോ, പോലീസ്! നിക്ക്, പോലീസിനെ കണ്ടോണ്ട് അമ്പിക എന്തിനാ മുങ്ങുന്നേ? അതെ, എനിക്ക് പരിചയമുള്ള പോലീസാ. ഓ, ഞാൻ എന്താ എവിടെയെന്ന് അവര് ചോദിക്കും. എന്താ പോലീസ് ജയനെ തിരക്കി വന്നേക്കണെന്ന്. രാധമേ, എന്താ സർ? ഞാൻ ആ ജയൻ അന്വേഷിച്ച് വന്നതാ. അയാൾ ഇതിനകത്തുണ്ടോ? ആ, ജയൻ എന്റെ അളിയനാ. താമസം ഇവിടെ തന്നെയാ. പക്ഷേ ആളിപ്പോ ഇവിടെ ഇല്ല. എവിടെ പോയി? ചേട്ടാ, ചേട്ടാ, പുറത്ത് പോലീസ്. എന്നാ നീ ഇവിടെ ഇരിക്കണ കാശെടുത്ത് മാറ്റിക്കോ.